2013 ഈ കഥ നടക്കുന്നത്. ഞാൻ ദുബായിലെ ഒരു കമ്പനി എന്നോട് ചൈനീസിലേക്ക് ഒരു ഷിപ്പ് ബിൽഡിംഗ് പ്രൊജക്റ്റിനകത്തേക്ക് പോകാമെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. കാരണം എനിക്ക് ചൈനീസ് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യം കാൽക്കുലേറ്റഡ് റിസ്ക് ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരൊരു ബ്രീഫിംഗ് ഒക്കെ തന്നു. ചൈനയിലേക്ക് പ്ലെയിൻ കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവണേ, അവിടെ 3 കാര്യങ്ങൾ ഇച്ചിരി കടുപ്പാണ്. ഒന്ന് ഭക്ഷണം. അത് ചൈനീസ് ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ ചൈനീസ് അല്ല, ടോട്ടലി ഡിഫറെൻറ്റാണ്. പിന്നെ ഉള്ളത് ലാംഗ്വേജ്. അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് തൊട്ട് പുറത്ത് വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ക്ലൈമറ്റ് എക്സ്ട്രീമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ വന്നാൽ ഷിപ്പ് യാർഡിലെ തന്നെ ഒരു എംപ്ലോയിയാണ്. ഒരു ചെറിയ പെൺകുട്ടി, ജസ്റ്റ് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിച്ചു എത്ര ദൂരമുണ്ട് ഷിപ്പ് യാർഡിലേക്ക്. അവർ പറഞ്ഞു ഡോമൻ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് പോയി താമസിക്കുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ കിലോമീറ്റർ തന്നെ ചോദിച്ചപ്പോൾ 600 കിലോമീറ്റർ. എനിക്ക് വിശ്വാസമൊന്നും ആയില്ല. പക്ഷെ വണ്ടി 120 കിലോമീറ്ററിലാണ് പോകുന്നത്. എക്സ്പ്രസ് വേകളാണ്. 4.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഒരു അക്ഷരം പോലും അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. പിറ്റേ ദിവസം ഷിപ്പ് യാർഡിൽ ചെന്നു. വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല പ്രൊഫഷണൽ ആൾക്കാർ. അവിടെ 3 പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അതാണ് പ്രൊജക്റ്റ് മാനേജർ, പിന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ, പിന്നെ ഈ പെൺകുട്ടി. 3 പേർക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് അറിയുള്ളൂ. ബാക്കി ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പാടാണ്. കാരണം ഭക്ഷണം അങ്ങ് ഇറങ്ങൂല. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പച്ചക്കറി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങിയിട്ട് തരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരുടേതായ നോൺ വെജ്, പിന്നെ ഇച്ചിരി ഒരു ചെറിയൊരു സ്പൂണിൽ ആണ് ചോറ്. കുഴപ്പമില്ല, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഏകദേശം ഒരു 10 ദിവസമായപ്പോൾ ഒരു ദിവസം ഞാൻ ഹോട്ടലിൽ തലകറങ്ങിയിട്ട് പോയി. അപ്പം ഞാൻ ഷിപ്പ് യാർഡിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾ വന്ന് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഇത് ഇച്ചിരി കൂടിയ കേസാണ്, അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകണം. അപ്പോഴത്തേക്ക് എനിക്ക് ഛർദി തുടങ്ങി. ഞാൻ ഇയാളുടെ തോളത്ത് തൂങ്ങിയാണ് നടക്കണേ. അന്ന് വൈകിട്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയത് 4 കരയിലാണ്. പിറ്റേ ദിവസം അയാൾ വന്നു, അയാളുടെ തോളത്ത് തൂങ്ങി, പിന്നെ കാറിൽ കയറി മെഡിക്കൽ കോളേജിൽ പോയി. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അയാൾ ചൈനയിൽ അയാൾക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല. ഒന്നാമത് അയാളല്ല, അയാളുടെ പേരൻസിനൊന്നും ഈശ്വര വിശ്വാസമില്ല. ഈശ്വരൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതാണ് സത്യം. അതായത് ഈ നിരീശ്വരവാദിയൊന്നുമല്ല, ഈശ്വരൻ എന്താണെന്ന് അറിയില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ നിരീശ്വരവാദിയിൽ കൂടി ഈശ്വരനുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് എന്നെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ എന്നെ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ വീഴും. പിന്നെ അവരെവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ തിരിച്ചൊരു ജീവിതമൊന്നും അന്നേരം എൻ്റെ മനസ്സിൽ കാണുന്നില്ല. പിന്നെ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടുണ്ട്. ഹെൽപ്ലെസ്നെസ് അതിനു മുമ്പും കാട്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. പക്ഷെ നാളെ എന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഫോണിൽ ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു. ബാലൻസ് വെച്ച് ദുബായിലേക്ക് വിളിച്ചു പറഞ്ഞു, കമ്പനിയിലേക്ക് ഞാൻ ഇവിടെ വീണ്ടും എടുക്കണം. എന്താണെങ്കിലും പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ പോയി എത്തി. അയാളുടെ തോളെ തൂങ്ങിയാണ്. അയാൾ എന്തൊക്കെയോ പറയുന്നു. ഡോക്ടർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. എന്തോ കുറിച്ച് തന്നു, എന്തോ സ്കാനിങ് മാതിരി എന്തൊക്കെയോ ചെയ്തു. അതിനുശേഷം ഞാൻ തിരികെ എന്നെ ഹോട്ടലിലാക്കി. അപ്പോഴത്തേക്കും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കഷ്ടി എനിക്ക് ബാത്റൂമിൽ ചുമരി പിടിച്ച് എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനിയിൽ നിന്ന് ഒരാളെത്തി. ഒരു പയ്യനാണ്. കമ്പനി ഞാൻ സലാം ചെയ്യുന്നു. അവർ എങ്ങനെ 2 ദിവസം കൊണ്ട് അവിടെ എത്തി എന്നുള്ളതൊക്കെ ഈശ്വരനറിയാം. എന്താണെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ള കമ്പനി വളരെ അപൂർവങ്ങളാണ്. വന്നു പയ്യൻ്റെ തോളത്ത് തൂങ്ങിയിട്ടാണ് പിറ്റേ ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്നത്. അവിടെ എയർപോർട്ടിനകത്ത് ഹോട്ടലിൽ താമസിച്ചു.
ബാത്റൂമിൽ കൊണ്ടുപോയിരുത്തും. അല്ലാതെ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നടക്കാറായി. എനിക്ക് പിന്നെയുള്ള പേടി ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ അവർ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ചൈനയിലെ എൻ്റെ അറിവിൽ ഈ വക ഇൻഫർമേഷൻസൊക്കെ നേരത്തെ അവരെത്തിക്കും. പക്ഷേ എനിക്ക് നടന്നു പോകാം. അപ്പം നടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ അവരെന്നെ തടഞ്ഞൊന്നുമില്ല. പോയി അന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റൊന്നുമില്ല. ശ്രീലങ്ക വഴിയാണ് വരുന്നത്. കൊളംബോയിൽ ഇറങ്ങി അപ്പോഴത്തേക്കും തോളത്ത് തൂങ്ങിയിട്ടാണെങ്കിൽ ഞാൻ നടക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ 2 കാലിലൊക്കെ നടക്കും. ഇവിടെ വന്നിട്ട് ആ പയ്യൻ പുള്ളിയുടെ തോളത്ത് നിന്ന് എൻ്റെ വൈഫിൻ്റെ തോളത്തേക്ക് എൻ്റെ കൈ മാറ്റി തന്നു. അതൊക്കെ ഒരു അത്രയൊക്കെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, വലുതാണ്. പിന്നെ കമ്പനിയെ ഞാൻ സമ്മതിക്കണം. കാരണം അവർ പിന്നെ ഞാനിവിടെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല. ന്യൂറോ സർജനെ കണ്ട് അത്രയൊക്കെ ഉള്ളൂ. മാറി എന്ന അവസ്ഥ എത്തി. അപ്പോൾ കമ്പനി എന്നെ വിളിച്ച് ചോദിച്ചു ഒന്നുകൂടെ പോകുന്നു. അപ്പോൾ ഞാൻ റെഡി. ഓക്കെ, അവിടെ എത്തി. എന്താണെങ്കിലും ആ പ്രൊജക്റ്റ്, ഷിപ്പ് ബിൽഡിംഗ് പ്രൊജക്റ്റ് 12 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്റ്റ് 11 മാസം കൊണ്ട് തീർത്തു. ഈ പ്രൊജക്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഒക്കെ ഞങ്ങൾ ഇതിൻ്റെ പ്രോഗ്രസ് അനലൈസ് ചെയ്യും. പ്രൊജക്റ്റ് മാനേജറും വരും. അപ്പം ഞാൻ അവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേ, ഈ പ്രൊജക്റ്റ് ഡിലേ എന്ന് പറയുന്നത് അവർ കൺസേൺഡാണ് എന്നേക്കാൾ കൂടി. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ അവർ പൊച്ചാട്ടും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ക്രിട്ടിക്കൽ പാത്തും എല്ലാം ആയിട്ടാണ് അവർ വരുന്നത്. ഡിസ്കഷൻ തന്നെ വരുന്നത്. അവരും ഞാനും കൂടി ഇരുന്നിട്ടാണ് അത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എവിടെ വെച്ച് നമുക്കത് ക്രാഷ് ചെയ്യാം എന്നൊക്കെ ആലോചിക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. അപ്പോൾ അതായത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അവസാനം തീരുമ്പോഴത്തേക്കും ഈ 1 മാസം നിങ്ങൾ സേവ് ചെയ്ത് എന്തിനാണ്? സാധാരണ അങ്ങനെയൊന്നും നടക്കാറില്ല. അവർ പറഞ്ഞു ഏകദേശം 7% അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല, ക്ലയൻറ്റിനും ലാഭമാണ്. 1 മാസം മുമ്പേ ഷിപ്പ് കിട്ടുകയാണ്. അതിൽ നിന്നുള്ള സർവീസ് അവർക്ക് കൊമേഴ്സ്യലായിട്ടുള്ള ഇൻകം വരുന്നുണ്ട്. ആകെ മൊത്തം എല്ലാവർക്കും ലാഭമാണ്. ഞാനിത് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 2 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ ഷിപ്പ് യാർഡിൽ ഇതേമാതിരി തന്നെ ഓണറിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രൊജക്റ്റിൻ്റെ ടീമിൽ ഞാനുണ്ടായിരുന്നു. പ്രൊജക്റ്റ് മാനേജറൊന്നും ആയിരുന്നില്ല, സെറ്റ് ഇൻചാർജും അല്ല, പക്ഷേ പ്രൊജക്റ്റ് ടീമിനുണ്ട്. അവിടെ ഒരു ചായയുടെ പുറത്ത് ഒന്നാമത് ആ പ്രൊജക്റ്റ് തന്നെ, ആ ഷിപ്പ് 2.5 വർഷം ആണ് അതിൻ്റെ ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത്. അത് തന്നെ എന്താ പറയുക, ശുദ്ധമായ മണ്ടത്തരം. ഒരു ചായയുടെ പുറത്ത് 2 ബിസ്ക്കറ്റും കഴിച്ചിട്ട് 2.5 വർഷം എന്നുള്ളത് 3.5 വർഷമാക്കി. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പെർച്ചാർട്ട് എവിടെ, ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എവിടെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട്. അപ്പോൾ അവർ ഒരു എന്താ ഇൻസ്റ്റാഗ്രാം മാതിരി എന്തോ എടുത്തോളുന്നു. ഞാൻ ചെയ്താണ് പെർച്ചാർട്ട്. അവിടെ ആ പ്ലാനിങ്ങിൽ ഇരിക്കുന്നവർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ മാരിടൈം സെക്ടറിനകത്തൊക്കെ കണ്ടമാനം ത്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, കണ്ടമാനം പൈസ ഇടുന്നുണ്ട്. നമ്മൾ ആരെയായിട്ടാണ് കോമ്പറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത് ചൈന, കൊറിയ, ജപ്പാനൊക്കെയാണ്. അതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള ആൾക്കാരാണ് ചൈന. അതിനേക്കാളും കൂടുതൽ ടൈമും സ്കോപ്പൊക്കെ നോക്കുന്നവരാണ് കൊറിയയും ജപ്പാൻ. ഇവരെയൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ നമുക്ക് ഉള്ള കേപ്പബിലിറ്റി ഇത് മതിയോ? ഓക്കെ, ടെക്നിക്കലി നമുക്കറിയാം. പക്ഷെ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ബേസിക്സ് അറിയുന്നവർ ഇങ്ങനെയല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ UK-യിലും യൂറോപ്പിലും അതേപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഡിലേ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ആ ഇൻഡസ്ട്രി പോവുകയാണ്. അതിപ്പം നമ്മൾ പിടിക്കാൻ നോക്കുന്നു. ഈ ഒരു കൾച്ചർ ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് സ്കോപ്പിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ക്വാളിറ്റി ഓക്കെ, ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ഉണ്ട്, ടൈമിനെ കുറിച്ച് ഒരു ബോധറേഷനും ഇല്ല, പിന്നെ ബഡ്ജറ്റ് എന്താണെങ്കിലും കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു
ചായയുടെ പുറത്തിട്ട് ടൈം കൂട്ടുമ്പം അത് ഷിപ്പ് യാർഡിനും കൂടി നഷ്ടമാണ് എന്ന് മനസ്സിലാകുന്നവരല്ല ആ ടേബിളിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചൈന, കൊറിയ, ജപ്പാൻ്റെ കൂടെയൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുക? അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൊല്യൂഷനുണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് ഫീൽഡിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് വരും. അപ്പം നമ്മൾ ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഷിപ്പ് ബിൽഡിംഗ് സെക്ടേഴ്സ് അല്ലെങ്കിൽ മാരിടൈം സെക്ടർ ഇന്ത്യയിൽ ചെയ്യുമ്പം ഞാൻ അതിൻ്റെ ഫ്ലക്ച്വേഷൻസൊക്കെ അഡ്വാൻറ്റേജ് എടുക്കാറുണ്ട് എന്നുള്ള ഒരു ലോങ് ടേം ബേസിൽ ഇതിൻ്റെ ഉള്ളുകളികൾ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഒത്തിരി ലോങ് ആയിട്ട് ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കൾച്ചർ ചേഞ്ച് ചെയ്യണം. പ്രൊഫഷണൽ മാനേജ്മെൻറ്റും കൂടെ അറിയണം, ടെക്നിക്കൽ നോഹൗ മാത്രം പോരാ. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതൊന്നും ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഒരു സ്റ്റഡി പർപ്പസിനാണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലും ഇതിൻ്റെ പുറത്ത് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇത് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനാൻസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ സെബി രജിസ്റ്റേർഡ് അഡ്വൈസേഴ്സിൻ്റെ എടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടാം. അതനുസരിച്ച് ഞാൻ മോഡിഫൈ ചെയ്യാം. എന്തെങ്കിലും അഡ്വൈസ് ആണെങ്കിൽ ചോദിക്കുകയും. താങ്ക് യു.